അമ്മ ആദർശി പോയാ? അല്ല, ഓൻ ഫയൽ എടുത്തിട്ട് കാണുന്നില്ല. ആ, അവനിപ്പോ ഇറങ്ങിയല്ലോ മോളെ. അല്ല വിമലേച്ചി, മോളെന്നോനെ വിളിച്ചേ. പുരൊരു പേര് വിളിക്കല. നിങ്ങളിതൊന്നും കേൾക്കുന്നില്ലേ? അതിനിപ്പ എന്താ അങ്ങനെ ചിരിച്ചു കള്ളല നിങ്ങള്? നമ്മളെ നാട്ടിനൊരു സംസ്കാരം ഇല്ലേ? അല്ലേ തന്നെ അവള് കോലം നോക്കിയാട്ടെ കല്യാണം കഴിഞ്ഞതാവൂല. ഒരു താലിയും ഇല്ല, സിന്ദൂരവും ഇല്ല, ഇട്ട ഡ്രസ്സ് നോക്കി. ഇപ്പോഴത്തെ പെമ്പിള്ളേരെല്ലാം കണക്കാണ്. കാണുന്നില്ലേ ഓരോന്നിനെയെല്ലാം? ആണിനെയും പേടിയില്ല, തൂണിനെയും പേടിയില്ല. ഇങ്ങനെ നടന്നോളും കുറയാണ്. ഏച്ചി വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയല്ല കേട്ടോ. ഓ, ഞാൻ പറയുന്നേനാന്ന്. നിന്നെ പോലത്തെ കുറേ ഇങ്ങനെ നടക്കുന്നോണ്ടാണ് ഇപ്പൊ എത്രയാ ഡൈവോഴ്സ് ആവുന്ന പിള്ളേരെല്ലാം. ആരെങ്കിലും ഒരു വില വേണ്ട ഈറ്റിങ്ങൾക്കെല്ലാം. പിന്നെ ഞാനെല്ലാം എന്റെ അജയേട്ടൻ തന്നെ എന്തെല്ലാം ചെയ്താലും ഇനിയിപ്പം ഏട്ടാന്നല്ലാണ്ട് ഒരു വാക്ക് അങ്ങോട്ട് വിളിക്കുകയില്ല. ഇതിനെല്ലാം കാണുന്നില്ലേ? ഇങ്ങനത്തെ കേരിയാൽ തന്നെ കുടുംബം മുടിയും. കരയൊന്ന് നിർത്തി. വീട്ടിൽ വന്നുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നു എന്ന് വെച്ച് നീ കേരി പോയില്ല. കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ ഈ കുട്ടി വന്ന് എന്നോട് ചോദിച്ചാ മോനെ എന്നാ വിളിക്കണ്ടേന്ന്. പിന്നെ കുട്ടിയോട് 2-3 കൊല്ലം ഒന്നിച്ച് പഠിച്ചാ. അതുകൊണ്ട് ഞാനാ പറഞ്ഞേ മോനെ വിളിച്ച് ശീലിച്ച് എന്നെ വിളിച്ചാൽ മതിയെന്ന്. അല്ലാണ്ട് നീ പറയുന്നൊന്നും ഇവിടെ പറയാനുണ്ടായിട്ടില്ല. ഓ, ഞാനൊന്നും പറയുന്നില്ലപ്പാ. ഇനി ഞാൻ പറഞ്ഞത് മാത്രമേ ഉണ്ടാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പറയാനുള്ള ഒരു അവകാശവും ഇല്ല. ഇവിടെ അനക്കും എൻ്റെ വീട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നം പിന്നെ നിങ്ങൾക്ക് എന്തിനാ? പിന്നെ ഞാൻ എൻ്റെ ഭർത്താവിനെ ബഹുമാനിക്കുന്നത് ഒരു താലിയിലോ സിന്ദൂരത്തിലോ ഇട്ട ഡ്രസ്സിലൊന്നും അല്ല. അത് മനസ്സുകൊണ്ടാ. അത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും, അല്ലാത്തവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് മാറ്റേണ്ടതും മാറേണ്ടതും നിങ്ങളല്ലേ? ശരിക്കൊന്ന് ആലോചിച്ച് നോക്കി.